ഹലോ എവ്രി വൺ, ഞാൻ ശ്രുതി. ലോഗ്രാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഇന്ത്യ 2024 PSC ബുള്ളറ്റിനിലെ സ്പെഷ്യൽ പതിപ്പിൽ വന്നിട്ടുള്ള ഇന്ത്യയെക്കുറിച്ച് 2024 കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം 2024 നമുക്ക് ഈ ഒരു വൈകിയ വേളയിൽ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ ഇതുപോലെയുള്ള PSC ബുള്ളറ്റിനിലെ പ്രസിദ്ധീകരണങ്ങൾ നോക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ കേട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഇനി അധികം സമയമില്ല, എക്സാമിന് അടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം കേട്ടോ. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നടപ്പിലാക്കുന്ന സ്വദേശി ദർശൻ 2.0 പദ്ധതിയിലേക്ക് കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്തത്. പദ്ധതിയുടെ പേര് സ്വദേശി ദർശൻ 2.0 എന്നതാണ്. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ടൂറിസം സൈറ്റുകൾ ഏതൊക്കെയാണ്? കുമരകവും അതുപോലെ തന്നെ ബേപ്പൂരുമാണ്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുമരകവും ബേപ്പൂരും തിരഞ്ഞെടുത്തത് ഏത് പദ്ധതി പ്രകാരമാണ്? സ്വദേശി ദർശൻ 2.0യിലൂടെയാണ്. രണ്ടാമത്, രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി മറ്റു നാട്ടിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം. മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നവരെ, കുറ്റകൃത്യം നടത്തി മറ്റു രാജ്യങ്ങളിലേക്ക് കടക്കുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനമാണ് ഇത് നഫിസ് എന്ന് പറയുന്നത് കേട്ടോ. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. നഫിസിന്റെ ഇത് പഠിച്ചു വെച്ചിരിക്കുക, പൂർണ്ണരൂപം പഠിച്ചു വെച്ചിരിക്കുക. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് നഫിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേശീയ നാഷണൽ ഏജൻസിയായ NIAയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത്. NIAയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ്? സദാനന്ദ് വസന്ത് ദാത്തയാണ് കേട്ടോ. സദാനന്ദ് വസന്ത് ദാത്തയെ ഓർത്തു വെച്ചിരിക്കുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. NIAയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആണ് സദാനന്ദ് വസന്ത് ദാത്ത എന്ന് പറയുന്നത്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇനിയും റിപ്പീറ്റ്ലി ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ. ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് അമിതാവ് ഘോഷ്. അപ്പൊ അമിതാവ് ഘോഷ് ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് എന്ത്? ജ്ഞാനപീഠം ലഭിക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് എഴുത്തുകാരനുമാണ് അമിതാവ് ഘോഷ് എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായ മലയാളിയാണ് AS രാജീവ് എന്ന് പറയുന്നത്. MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് BR കാംബോജ്. BR കാംബോജ് ആണ് MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. 2024 കാര്യമാണ് പറയുന്നത്. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ 2024 എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? വൃന്ദാവനിലാണ് ഉദ്ഘാടനം ചെയ്തത്. വൃന്ദാവൻ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ 2024 ഉദ്ഘാടനം ചെയ്തത് വൃന്ദാവൻ, ഉത്തർപ്രദേശിലാണ്. ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വിജയവാഡയിലാണ് കേട്ടോ. അപ്പൊ ഭരണഘടനാ ശില്പി BR അംബേദ്കറുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വിജയവാഡയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലമാണ് ഇത് അടൽ സേതു എന്ന് പറയുന്നത്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കാണ് കണക്ട് ചെയ്യുന്നത്. അടൽ സേതുവാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. പെഞ്ച് ടൈഗർ റിസർവ് ആണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവിനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്കായിട്ട് കണക്കാക്കുന്നത്. 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തും ഇൻഡോറുമാണ്. 23 കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹിയിൽ പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥ. ശ്രദ്ധിക്കുക കേട്ടോ. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ 2 തവണ നയിച്ച ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ് ശ്വേത K സുഗതൻ എന്ന് പറയുന്നത് കേട്ടോ. ശ്വേത K സുഗതൻ. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്, ഉത്തർപ്രദേശ് കേട്ടോ. അപ്പൊ ലക്നൌ ഉത്തർപ്രദേശിലാണ് എന്ന് വരുന്നത് ആദ്യ AI നഗരം എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം. 2024 വജ്ര ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനമാണ് സുപ്രീം കോടതി. 1950 നിലവിൽ വന്നത്. ഓർത്തിരിക്കുക, 50 ജനുവരി 28 നിലവിൽ വരുന്നത്. വജ്ര ജൂബിലി 2024 ആഘോഷിച്ചത്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തേ പെരിയാർ വന്യജീവി സങ്കേതം, ഈറോഡ് കേട്ടോ. തന്തേ പെരിയാർ വന്യജീവി സങ്കേതം ഈറോഡ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലാണ്. അത് ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പാട്ന. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രമാണ് കേട്ടോ.
ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പാട്നയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ശ്രദ്ധിച്ചു വെച്ചിരിക്കുക, ഉത്തരാഖണ്ഡിലാണ് 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഈഫിൽ ടവർ ആണ് കേട്ടോ. പാരീസിലെ ഈഫിൽ ടവറിലാണ് നമ്മുടെ UPI അവതരിപ്പിച്ചത് കേട്ടോ. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ? ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് ഈഫിൽ ടവർ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും ഗതാഗത കുരുക്കുള്ള ആറാമത്തെയും ഇന്ത്യയിലെ ഒന്നാമത്തെയും നഗരം. അപ്പൊ ലോകത്തിലെ തന്നെ എത്രാമതാണ്? ആറാമത്തതാണ്. ഇന്ത്യയിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരമാണ് ഇത് ബംഗളൂരു എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിൽ എത്രാമതാണെന്ന് ഓർത്തു വെച്ചിരിക്കുക, ആറാമത്തേതാണ് കേട്ടോ. അന്തരിച്ച ഷാഹുൽ ഹമീദ്, ബംബ ബാക്കിയ എന്നീ ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനർസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആരാണ്? AR റഹ്മാനാണ് കേട്ടോ. അപ്പൊ ആരുടെയൊക്കെയാണ്? ഷാഹുൽ ഹമീദ്, അതുപോലെ തന്നെ ബംബ ബാക്കിയ എന്ന് പറയുന്ന ഈ രണ്ടുപേരുടെയും ശബ്ദങ്ങൾ AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച വ്യക്തിയാണ് AR റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം, എല്ലാം പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം. സ്വദേശി ദർശൻ 2.0 എവിടേക്കായിരുന്നു തിരഞ്ഞെടുത്തത്? കുമരകവും ബേപ്പൂരുമാണ്. അതുപോലെ തന്നെ രാജ്യത്ത് കുറ്റകൃത്യം നടത്തി മറ്റിടത്തേക്ക് പോകുന്നവരെ കണ്ടെത്താനുള്ള സംവിധാനമാണ് നഫീസ് എന്ന് പറയുന്നത്. NIA അധ്യക്ഷ അല്ലെങ്കിൽ NIA ഡയറക്ടർ ജനറലാണ് ആര്? സദാനന്ദ് വസന്ത് ദത്തെ എന്ന് പറയുന്നത്. 16ാമത് ധനകാര്യ കമ്മീഷനാണ് അരവിന്ദ് പനഗരിയ. അതുപോലെ ഇറാസ്മസ് പ്രൈസ് ലഭിച്ച പ്രശസ്ത എഴുത്തുകാരൻ ആരാണ്? അമിതാഭ് ഘോഷാണ് കേട്ടോ. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് ആര്? AS രാജീവ് എന്ന് പറയുന്നത്. AS രാജീവ് വിജിലൻസ് കമ്മീഷണറാണ് കേട്ടോ. വിജിലൻസ് കമ്മീഷണർ നിയമിതനായ മലയാളിയാണ് AS രാജീവ്. MS സ്വാമിനാഥൻ പുരസ്കാരം ലഭിച്ചത് നമുക്ക് BR കാംബോജിക്കാണ്. അതുപോലെ തന്നെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ ഉദ്ഘാടനം ചെയ്തത് വൃന്ദാവനിലാണ്. ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമ BR അംബേദ്കറുടേത് എവിടെയാണ് നിലവിൽ വന്നത്? വിജയവാഡയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം എന്ന് പറയുന്നത് അടൽ സേതുവാണ്, ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഗതാഗത കുരുക്കേറിയ സ്ഥലമാണ് ഏത്? 6ാമത്തെ സ്ഥലമാണ് ബംഗളൂരു. ഇന്ത്യയിലെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള സ്ഥലമാണ് ബംഗളൂരു എന്ന് പറയുന്നത്. അതുപോലെ UPI അവതരിപ്പിച്ചത്, ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് ആയ UPI അവതരിപ്പിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏത്? ഈഫിൽ ടവർ എന്ന് പറയുന്നത്. 2024 ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്നത് ഉത്തരാഖണ്ഡാണ്. ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തേതാണ്, ശ്രദ്ധിക്കുക, പാട്നയാണ് കേട്ടോ. ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് പാട്നയിലാണ്. അതുപോലെ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. വജ്ര ജൂബിലി ഇതിന്റെയാണ് 2024 ആഘോഷിച്ചത് സുപ്രീം കോടതിയുടേതാണ്, ഓർത്തിരിക്കുക. AI നഗരം ഏതാണ്? ലക്നൌ ആണ്, ഉത്തർപ്രദേശ്, ഓർക്കുക കേട്ടോ. ഇനി 2023 സ്വച്ഛ സർവേഷൻ പുരസ്കാരം നേടിയത് സൂറത്ത് ഇൻഡോറും കൂടെയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് നിലവിൽ വന്നത് പെഞ്ച് ടൈഗർ റിസർവിലാണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തതിലേക്ക് പോവാം. 2024 റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഭാഗമായി പുറത്തിറക്കിയ നാണയം ഏതാണ്? 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത് കേട്ടോ. 2024 75 രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയത്. ഇനി കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത്? കരസേനയിലെയാണ് ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്കാണ് കേട്ടോ. പ്രീതി രജക്കാണ് കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. ബഹിരാകാശ യാത്രക്കാർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത്? ബഹിരാകാശ യാത്രക്കാർക്കുള്ള ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വന്നത് നവി മുംബൈയിലാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രമാണ് നവി മുംബൈയിൽ നിലവിൽ വന്നത്. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തരം ബഹുമതിയായി ലഭിച്ചവരാണ് ആരൊക്കെ? PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി ഠാക്കൂർ എന്നിവരാണ് 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തരം ലഭിച്ച വ്യക്തികൾ, ഓർത്തിരിക്കുക. 2024 കലാപത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഹെയ്ത്തിയിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള രക്ഷാദൌത്യം എന്നാണ്? എവിടെ നിന്നുള്ളതാണെന്ന് ഓർത്തിരിക്കുക. ഹെയ്ത്തിയിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹെയ്ത്തിയാണ് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഈ ഓപ്പറേഷൻസ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട്, ഓർത്തിരിക്കുക. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനിയാണ് പാർവതി ബർവ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആസാം സ്വദേശിനിയാണെന്നുള്ളതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനായ ആസാം സ്വദേശിനിയാണ് പാർവതി ബർവ എന്ന് പറയുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായു ശക്തി
നടന്നത് എവിടെ വെച്ചാണ്? വായു ശക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. പൊക്രാനിലാണ് കേട്ടോ, രാജസ്ഥാനിലെ പൊക്രാനിലാണ് നടന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമാണ് വായുശക്തി എന്ന് പറയുന്നത്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കം അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ സർവശക്തി എന്ന് പറയുന്നത് കേട്ടോ. 2024 സമയത്തുള്ളതാണ്. ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരരെ ഇന്ത്യൻ കരസേന ആരംഭിച്ച സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സർവശക്തി എന്ന് പറയുന്നത്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും നടത്തുന്ന സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഡെവിൾ സ്ട്രൈക്ക് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? വായുശക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയുടേത് മാത്രമാണ് കേട്ടോ. ഇന്ത്യൻ വ്യോമസേന മാത്രമായിട്ട് നടത്തുന്ന അവരുടെ ഒരു അഭ്യാസമാണ് വായുശക്തി എന്ന് പറയുന്നത്. അത് പൊക്രാനിലായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഡെവിൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. 2024 ജനുവരിയിൽ രാജസ്ഥാനിൽ നടന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസം. ഇന്ത്യയും UAEയും ആയിട്ടുള്ള സംയുക്ത അഭ്യാസമാണ് ഇത് ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ഡെസേർട്ട് മരുഭൂമി പ്രദേശം UAE അത് വെച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഡെസേർട്ട് സൈക്ലോൺ ഇന്ത്യയും UAEയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ്. വെറും സൈക്ലോൺ മാത്രമാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള അഭ്യാസമാണെന്ന് ഓർമ്മയുണ്ടോ? ഇന്ത്യയും ഈജിപ്തുമായിട്ടുള്ളതാണ് സൈക്ലോൺ എന്ന് പറയുന്ന സൈനിക അഭ്യാസം കേട്ടോ. ഇത് ഡെസേർട്ട് സൈക്ലോൺ വരുമ്പോഴത്തേക്ക് ഇന്ത്യയും UAEയും തമ്മിലുള്ളതാണ്. അടുത്തത് നോക്കാം. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ദൗത്യം. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പോസാറ്റിന്റെ വിക്ഷേപണ തീയതി ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. എക്സ്പോസാറ്റാണ് കേട്ടോ ഉത്തരം. 2024 ജനുവരി 1 ISRO എക്സോസാറ്റ് വിക്ഷേപിക്കുന്നത്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, അതുപോലെ തന്നെ നെബുലകൾ, പൾസാറുകൾ എന്നിവയുടെ പഠനത്തിന് വേണ്ടിയിട്ടാണ് മെയിൻലി എക്സ്പോസാറ്റ് വിക്ഷേപിക്കുന്നത്. എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നാണ് എക്സ്പോസാറ്റിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. വിക്ഷേപണ തീയതിയൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. 2024 ജനുവരി 1 കേട്ടോ. എളുപ്പത്തിൽ ഓർത്തിരിക്കാവുന്ന ഒരു ഡേറ്റ് ആണ്, അതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കാം. നമുക്ക് ഈ കഴിഞ്ഞ വിക്ഷേപണങ്ങളിലേക്ക് ഡേറ്റുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് 2024 ജനുവരി 1 എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചിരിക്കാം. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം കൂടിയാണ് ഇത് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞത്? ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിനുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം കൂടിയാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനം GSLV F-14 ആണ് കേട്ടോ. GSLV F-14 വിക്ഷേപിച്ചത്. ഇൻസാറ്റ് 3DS ആണ് വിക്ഷേപണ ദൗത്യത്തിന്റെ പേരെന്ന് പറയുന്നത്. ഇൻസാറ്റ് 3DS കേട്ടോ. ഓർത്തിരിക്കുക. വിക്ഷേപണ വാഹനമാണ് ഏത്? GSLV F-14 എന്ന് പറയുന്നത്. വാഹനത്തിന്റെ പേരും ഓർത്തിരിക്കുക കേട്ടോ. ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് ഏത്? POEM 3 എന്ന് പറയുന്നത്. ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം POEM 3 PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ എന്നതാണ് പോയത്തിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ കേട്ടോ. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എന്നാണ് POEM 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. ഇന്ത്യയുടെ എന്താണ് പ്രത്യേകത? ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് POEM 3 എന്ന് പറയുന്നത്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിർമ്മല സീതാരാമനാണ്. അപ്പൊ ഇപ്പോൾ 6 എന്ന് മാറിയിട്ട് അത് 8 ആയിട്ടുണ്ട് കേട്ടോ. ഓർത്തിരിക്കുക. അപ്പം എന്താണ് 2025 ഇടക്കാല ബജറ്റും അതുപോലെ തന്നെ 2025 മുഴുനീള ബജറ്റും അവതരിപ്പിച്ച, അങ്ങനെ 8 ബജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ച പ്രധാന ധനകാര്യമന്ത്രിയായിട്ടും ആര് മാറിയിട്ടുണ്ട്? നിർമ്മല സീതാരാമൻ മാറിയിട്ടുണ്ട്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിന്റെ രചയിതാവായ ബംഗാൾ ഗവർണർ ആരാണ്? അപ്പൊ ബംഗാൾ ഗവർണർ എന്ന് തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പറ്റും. CV ആനന്ദ ബോസ് ആണ് കേട്ടോ. അപ്പം ഓർത്തിരിക്കുക. CV ആനന്ദ ബോസിന്റെ ചെറുകഥയാണ് ഇത് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഒരുപാട് പുസ്തകങ്ങൾ CV ആനന്ദ ബോസിനുണ്ട്. അതൊക്കെ ഒന്നൊന്ന് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ ദുവലൂരി കേട്ടോ. പവൻ ദുവലൂരി ആണ് മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ പവൻ ദുവലൂരി. അപരിചിതരായ സ്ത്രീകളെ മദ്യപിച്ചോ അല്ലാതെയോ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമായി കണക്കാക്കാം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി ഏതാണ്?
അപ്പോൾ ഓർത്തിരിക്കുക, ഡാർലിംഗ് എന്ന് വിളിച്ചത് എന്താണ്, ലൈംഗിക അതിക്രമത്തിന് കാരണമാകും എന്ന് വിധിച്ചത് ആരാണ്? കൽക്കട്ട ഹൈക്കോടതിയാണ് കേട്ടോ. അപ്പോൾ കൽക്കട്ട ഹൈക്കോടതിയാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്, ഓർത്തിരിക്കുക. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്ത് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ച പേരെന്താണ്? നമ്മൾ ആ ഒരു പോയിന്റിന് പറയുന്ന പേരെന്താണ്? ശിവശക്തി പോയിന്റ് എന്നുള്ളതാണ്, ഓർത്തിരിക്കുക കേട്ടോ. ചന്ദ്രയാൻ 3 ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ISRO റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ ഒന്ന് നോക്കി പോവുക. അപ്പോൾ 24ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ പുറത്തിറക്കിയ നാണയം 75 രൂപയുടേതായിരുന്നു. അതുപോലെ തന്നെ കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാറാണ് പ്രീതി. അതുപോലെ ബഹിരാകാശത്തെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രം വരുന്നത് നവി മുംബൈയാണ്. അതുപോലെ മരണാനന്തരം നേടിയ വ്യക്തികളെയൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓപ്പറേഷൻ ഇന്ദ്രാവതി എവിടെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹെയ്ത്തിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആസാം സ്വദേശിനിയാണ് പാർവതി ബർവ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ആനപ്പാപ്പാനാണ്, ഓർത്തിരിക്കുക. വായുശക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയുടേതാണ്. അത് എവിടെ വെച്ചാണ് നടത്തിയത്? പൊഖ്രാനിലാണ്, രാജസ്ഥാനിലാണ് കേട്ടോ. ഇനി അതുപോലെ കരസേന ആരംഭിച്ചത് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണം തടയാൻ വേണ്ടിയിട്ട് ഉള്ള പദ്ധതിയാണ് ഇത്, അല്ലെങ്കിൽ ഓപ്പറേഷനാണ് സർവശക്തി എന്ന് പറയുന്നത്. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഡെവിൾ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. വെറും സൈക്ലോൺ ആകുമ്പോൾ അത് ഇന്ത്യയും ഈജിപ്തും തമ്മിലുള്ളതാണെന്ന് കൂടി ഓർത്തിരിക്കാം. എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത് 2024 ജനുവരി 1 ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഈ പറയുന്ന എക്സ്റേ തരംഗങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഉള്ള ആദ്യത്തെ ഉപഗ്രഹം കൂടിയാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. അതുപോലെ സമുദ്രങ്ങളുടെ നിരീക്ഷണത്തിനും അതുപോലെ കാലാവസ്ഥയ്ക്കൊക്കെ വേണ്ടിയിട്ട് 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച സാറ്റലൈറ്റാണ് ഇൻസാറ്റ് 3 DS എന്ന് പറയുന്നത്. ഇൻസാറ്റ് 3 DS കേട്ടോ. വിക്ഷേപണ വാഹനം ഇമ്പോർട്ടൻ്റ് ആണ്. GSLV VF-14 ആണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. അതുപോലെ ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3 എന്ന് പറയുന്നത്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം, ഓർത്തിരിക്കുക കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ 8 ബജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് ആര്? നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത്. ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് എന്ന് പറയുന്ന ചെറുകഥ എഴുതിയത് CV ആനന്ദ ബോസിൻ്റെതാണ്. അതുപോലെ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് പവൻ എന്ന് പറയുന്നത്. ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് ലൈംഗിക അതിക്രമമാണെന്ന് പറഞ്ഞ കോടതിയാണ് ഇത്, കൽക്കട്ട ഹൈക്കോടതി എന്ന് പറയുന്നത്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ആയിട്ടുള്ള വിക്രം ഇറങ്ങിയത് ആ ഒരു പോയിന്റ് പറയുന്ന പേരാണ് ഇത് ശിവശക്തി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം വേഗത്തിൽ പറഞ്ഞു പോയതാണ്, ഒന്ന് നോക്കി കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് അഥവാ KES യൂണിവേഴ്സിറ്റി നൽകുന്ന ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ആരാണ്? അപ്പോൾ കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ് ആണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച വിമാനത്താവളമാണ് ജാംനഗർ വിമാനത്താവളം എന്ന് പറയുന്നത്. ജാംനഗർ വിമാനത്താവളത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച വിമാനത്താവളമാണ്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്, ഓർത്തിരിക്കുക. 2022 നാഷണൽ ടൈഗർ റിസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികൾ ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് കേട്ടോ. അപ്പോൾ പുള്ളിപ്പുലികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശാണ്. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ഡ്രങ്ക് ഗ്യാലപ്പിന് അർഹനായത് നരേന്ദ്രമോദിയാണ് കേട്ടോ. അപ്പം നരേന്ദ്രമോദിക്ക് 2024 ഒരുപാടധികം ഈ ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഓർത്ത് വെച്ചിരിക്കും. അപ്പോൾ ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രങ്ക് ഗ്യാലപ്പ് നേടിയത് നരേന്ദ്രമോദിയാണ് കേട്ടോ. ഭൂട്ടാന്റേതാണെന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുക. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്? 2024 മാർച്ചിൽ ചിപ്കോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത്? 50ാമത് വാർഷികമാണ് ആഘോഷിച്ചത് കേട്ടോ. ഇനി ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ. എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ഏതാണ്? ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ബെഗുസാരായി ആണ് കേട്ടോ. ബെഗുസാരായി, ബീഹാറിലെ ബെഗുസാരായി ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം എന്ന് പറയുന്നത്. ഇനി സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായ 2005 EX-296 ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നാമകരണം ചെയ്തത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ പേരിലാണ് നാമകരണം ചെയ്തത് കേട്ടോ. അപ്പം സൗരയൂഥത്തിലെ അടുത്തിടെ കണ്ടെത്തിയ ചിഹ്നഗ്രഹമായിട്ടുള്ള 2005 EX-296 ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജയന്ത് മൂർത്തിയുടെ പേരിലാണ് കേട്ടോ. ഒന്ന് ഓർത്തിരുന്നാൽ മതി. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമിന്റെ പേരെന്താണ്? യുവിക് ആണ് കേട്ടോ. യുവിക് എന്നുള്ളതാണ് പേര്, ഓർത്തിരിക്കുക. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ISRO നടത്തുന്ന യങ് സയന്റിസ്റ്റ് പ്രോഗ്രാമാണ് യുവിക്, ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി
സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് റോബോട്ടിനെ വികസിപ്പിച്ചത്? ഇന്ത്യയിൽ ആദ്യമായി സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനെ റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ് കേട്ടോ. IIT മദ്രാസ് ആണ് വികസിപ്പിച്ചത്, ഓർത്തിരിക്കുക. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1032 ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഏതെന്ന് പറയുന്നത് 1032 എന്ന് പറയുന്നത്. അപ്പൊ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഡിഗ്രി ലെവലുകാരെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇന്ത്യൻ നാവികസേനയ്ക്ക് നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരമാണ് നൗസേനാ ഭവൻ എന്ന് പറയുന്നത്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ പുതിയ ആസ്ഥാന മന്ദിരമാണ് ഏത്? നൗസേന ഭവൻ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പകം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമാകുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പകം എന്ന് പറയുന്നത്. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ്. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് ഏത്? അഗ്നിബാൺ എന്ന് പറയുന്നത്. നിർമ്മിച്ചത് അഗ്നികുലാണ് കേട്ടോ. അഗ്നികുൽ കോസ്മോസ് ആണ് നിർമ്മിച്ചത്. അഗ്നിബാണാണ് ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ്. ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് എന്ന് പറയുന്നത് അഗ്നിബാൺ ആണ് കേട്ടോ, ഓർത്തിരിക്കുക. അഗ്നിബാൺ വിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാനാവുന്ന വിക്ഷേപണ തറയുടെ പേരാണ് ധനുഷ് എന്ന് പറയുന്നത്. ധനുഷും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അഗ്നികുൽ കോസ്മോസ് ആണ് നിർമ്മിച്ചതെന്നും കൂടി ഓർത്തിരിക്കുക. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മിസൈൽ ഏതാണ്? അഗ്നി 5 ആണ് കേട്ടോ ആൻസർ വരുന്നത്. അപ്പൊ സാങ്കേതിക വിദ്യയുടെ പേരെന്താണ്? MIRV സാങ്കേതിക വിദ്യയാണ്. മിസൈൽ പരിശീലനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഏത്? മിഷൻ ദിവ്യാസ്ത്ര. ചോദിച്ചിട്ടുള്ളതാണ്. മിഷൻ ദിവ്യാസ്ത്ര ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളത്? അഗ്നി 5 ആണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇനി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാത ഏതാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഇരട്ടവരി തുരങ്കപാതയാണ് ചോദിച്ചിരിക്കുന്നത്. സേല ടണലാണ് കേട്ടോ. സേല ടണലാണ് അരുണാചൽ പ്രദേശിലെ തവാങ്ങിനെയും ആസാമിലെ തേസ്പൂരിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പൊ ആസാമും അരുണാചൽ പ്രദേശും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടണലാണ് ഇത് സേല ടണൽ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അരുണാചൽ പ്രദേശും ആസാമും ആണെന്നുള്ളത് ഓർത്തിരിക്കുക. തവാങ്ങും അതുപോലെ തന്നെ തേസ്പൂരും കേട്ടോ, തേസ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത്? സേല ടണൽ എന്ന് പറയുന്നത്. 2024 മാർച്ചിൽ നിലവിൽ വന്ന അരുണാചൽ പ്രദേശിലെ 27ാമത് ജില്ല ഏതാണ്? ബോച്ചോമാണ് കേട്ടോ. ബിച്ചോം എന്നുള്ള ജില്ലയാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശിലാണ്. അരുണാചൽ പ്രദേശിന്റെ 27ാമത് ജില്ലയാണ് ബിച്ചോം എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ. ഇന്ത്യയിലെ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഡൽഹിയെയും ഗുരുഗ്രാമിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഒന്നും കൂടി ഓർത്തിരിക്കുക കേട്ടോ. ദ്വാരക എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ 8-വരി എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. പഖ്രാനിൽ നിന്ന് ഇന്ത്യ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരാണ് ഏത്? ഭാരത് ശക്തി എന്ന് പറയുന്നത്. പൊഖ്രാനിൽ നടന്ന ഇന്ത്യ കര വ്യോമ നാവിക സംയുക്ത ശക്തിയുള്ളതാണ് ഏത്? ഭാരത ശക്തി എന്ന് പറയുന്നത്. നമ്മൾ പൊഖ്രാനിൽ തന്നെ വ്യോമസേനയുടെ ഒരെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അത് വായുശക്തി എന്ന പേരിൽ വ്യോമസേന മാത്രമായിട്ടുള്ളതാണ്. ഇത് ഭാരത ശക്തി എന്ന പേരിലാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 3 സേനകളും, ഇന്ത്യയുടെ 3 സേനകളും തമ്മിലുള്ളതാണ് ഇത് ഭാരത ശക്തി എന്ന് പറയുന്നത്. പൊഖ്രാനിൽ തന്നെയാണ് നടന്നത്, ഓർത്തിരിക്കുക. രാജ്യത്ത് ആദ്യ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത്. രാജ്യത്ത് ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂർ ഒഡീഷയിലാണ് കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂർ ഒഡീഷ. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളം. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് ഇത്? INS ജഡായു എന്ന് പറയുന്നത് കേട്ടോ. INS ജഡായു എന്ന് പറയുന്നതാണ് ലക്ഷദ്വീപിലാണ്, മിനിക്കോയിലാണ് ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് ഇത് INS ജഡായു, ഓർത്തിരിക്കുക. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ലോക്പാൽ അധ്യക്ഷൻ ആരാണ്? ലോക്പാൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ് കേട്ടോ. ലോക്പാലിന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ ആണ് ലോക്പാലിന്റെ പുതിയ അധ്യക്ഷൻ എന്ന് പറയുന്നത്.
ഇന്ത്യയിൽ ആദ്യമായി നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? നറുക്കെടുപ്പിലൂടെ നടപ്പിലാക്കിയതാണ് കേട്ടോ. ഓർത്തിരിക്കുക, ഹിമാചൽ പ്രദേശാണ് വരുന്നത്. അപ്പൊ ഹിമാചൽ പ്രദേശിലാണ് നറുക്കെടുപ്പിലൂടെ ആദ്യമായിട്ട് രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കിയത്. രാജ്യസഭയാണെന്നും കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഫോൺ വിളിയും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോം. ഫോൺ വിളികളും സന്ദേശങ്ങളും മറ്റ് സൈബർ തട്ടിപ്പുകളും തടയുന്നതിനായി കേന്ദ്ര ടെലികോം മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഏത്? ചക്ഷു പോർട്ടൽ. ഓർത്തിരിക്കുക കേട്ടോ. ഇളയരാജയുടെ ജീവിതകഥ പറയുന്ന ദ കിങ് ഓഫ് മ്യൂസിക് എന്ന ചിത്രത്തിൽ നായകനാകുന്ന നടനാണ് ധനുഷ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഇളയരാജയായിട്ട് വരുന്നത് ആരാണ്? ധനുഷാണ്. 4 Stars ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എഴുതിയ മുൻ കരസേനാ മേധാവി എം നരവാനെയുടെ പുസ്തകമാണ് ഇത് 4 Stars ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. 4 Stars ഓഫ് ഡെസ്റ്റിനി ആരുടെ പുസ്തകമാണ്? നരവാനെയുടെ പുസ്തകമാണ്. 2024 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ഇമാനുവൽ മക്രോൺ ആണ്. ഓർത്തിരിക്കുക. 2025 മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. 1950 ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യാതിഥി എന്ന് പറയുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുകാർണോ ആയിരുന്നു. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2025 കാര്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. 24 ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മാനുവൽ മക്രോൺ ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? തമിഴക വെട്രി കഴകം കേട്ടോ. തമിഴക വെട്രി കഴകമാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. പാർട്ടിയുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മേഖല കൂടിയാണ് കേട്ടോ. തമിഴ് നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് തമിഴക വെട്രി കഴകം എന്ന് പറയുന്നത്. അടുത്തിടെ അന്തരിച്ച ഏറ്റവും പ്രായം കൂടിയ എം പി ആണ് ആര്? ഷഫീഖുർ റഹ്മാൻ എന്ന് പറയുന്നത് കേട്ടോ. ഷഫീഖുർ റഹ്മാനാണ് ഏറ്റവും പ്രായം കൂടിയ എം പി എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയുടെ നിർമ്മാതാവുമായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയുടെ നിർമ്മാതാവുമായ ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് ആര്? പ്രഗ്യ മിശ്ര എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറായി നിയമിതയായത് നൈമ ഖാത്തൂനാണ് കേട്ടോ. നൈമ ഖാത്തൂനാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലറായി നിയമിതനായത് നൈമയാണ്. ഓർത്തിരിക്കുക കേട്ടോ. ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി അംഗനവാടി കുട്ടികൾക്കായി കേന്ദ്ര വനിതാ ശിശു ക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയുടെ പേരാണേത്? ആദർശശില എന്ന് പറയുന്നത് കേട്ടോ. ആദർശശില. ഓർത്തിരിക്കുക, പദ്ധതിയുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ദേശീയ വിദ്യാഭ്യാസ നയം, അതുപോലെ തന്നെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവയുടെ അടിസ്ഥാനമാക്കി അംഗനവാടി കുട്ടികൾക്കാണ് കേട്ടോ. അതും കൂടി ഓർത്തിരിക്കുക. കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയ പാഠ്യപദ്ധതിയാണ് ആദർശശില എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നാവികസേന ഇന്ത്യയുടെ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസം. ഇന്ത്യൻ നാവികസേന കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസമാണ് പൂർവി ലഹാർ എന്ന് പറയുന്നത്. പൂർവി ലഹാർ. ഓർത്തിരിക്കുക. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക് ആണ് കേട്ടോ. കവരത്തി ദ്വീപിലാണ് സ്ഥാപിതമായത്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്കും കൂടിയാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025 ലോകത്തെ ഏറ്റവും സാമ്പത്തിക ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 4 കേട്ടോ. IMFന്റെ റിപ്പോർട്ടുകൾ പ്രകാരമാണ് പറയുന്നത്. IMFന്റെ റിപ്പോർട്ടുകൾ പ്രകാരം 2025 4-മതാകും എന്നാണ് പറയുന്നത്. സാമ്പത്തിക ശക്തിയിൽ 4-മത്തെ രാജ്യമായി മാറുമെന്നാണ് പറയുന്നത്. 2024 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് സുധീർ കക്കർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത് സുധീർ കക്കർ. ഓർത്തിരിക്കുക കേട്ടോ. കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയർന്ന കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ആണ് ഇത് ന്യൂ പാമ്പാർ പാലം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. കപ്പലുകൾക്ക് കടന്നു പോകാൻ ഒരു ഭാഗം ലംബമായി ഉയർന്ന് കടലിനു മേലെ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ഏത്? ന്യൂ പാമ്പാർ പാലം എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഫാലി എസ് നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21 കേട്ടോ. ഫാലി എസ് നരിമാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായ ഫാലി എസ് നരിമാൻ അന്തരിച്ചത് 2024 ഫെബ്രുവരി 21 ഫാലി എസ് നരിമാന്റെ ആത്മകഥ ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? ഫാലി എസ് നരിമാന്റെ ആത്മകഥയാണ്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പ് സാക്ഷം ആപ്പാണ്
അതൊക്കെ PSC ചോദിച്ചു കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയും നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച മൊബൈൽ ആപ്പാണ് സാക്ഷം ആപ്പ് എന്ന് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികാരികളെ അറിയിക്കുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ എന്ന് പറയുന്നത്. അപ്പൊ 2 ആപ്ലിക്കേഷനാണ്, ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാക്ഷം ആപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സി വിജിലാണ് കേട്ടോ. സി വിജിലാണ്, ഓർത്തിരിക്കുക. കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി പ്രകാരം തിരഞ്ഞെടുപ്പിൽ മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം ലഭ്യമാക്കുന്ന പ്രായം 85 വയസ്സാണ്. അപ്പൊ 85 വയസ്സ് തൊട്ട് ഉള്ളവർക്ക് എന്തായാലും തപാൽ മുഖേന വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പാണ് വോട്ടർ ടേൺ ഓൺ ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഒരു ആപ്പ് തന്നെയാണ്, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിട്ടുള്ള ആപ്പാണ് ഇത് വോട്ടർ ടേൺ ഔട്ട് ആപ്പ് എന്ന് പറയുന്നത്. വോട്ടർ ടേൺ ഔട്ട് ആപ്പ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഈ ഒരു പേജിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്. കിസ് യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയത് ബിൽ ഗേറ്റ്സ് ആണ്. അതുപോലെ ഇന്നത്തെ ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗ ശേഷിയുള്ള ബഹിരാകാശ വിക്ഷേപണമാണ് ഇത് പുഷ്പക് എന്ന് പറയുന്നത്. ലോക്പാലിന്റെ അധ്യക്ഷൻ AM ഖാൻവിൽക്കർ ആണ്, ഓർത്തിരിക്കുക. അതുപോലെ നാവികസേനയുടെ ഇന്ത്യൻ കിഴക്കൻ തീരപ്രദേശത്ത് നടത്തിയ നാവിക അഭ്യാസമാണ് ഇത് പൂർവി ലഹർ എന്ന് പറയുന്നത്. പൂർവി വെച്ചിട്ട് ഓർത്തിരിക്കുക, കിഴക്കൻ തീരത്താണെന്നുള്ളത്. അതുപോലെ ലക്ഷദ്വീപിന്റെ ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് HDFC ബാങ്ക്, കവരത്തിയിലാണ് വന്നത്. IMF പറയുന്ന പ്രകാരം ഇന്ത്യ 4ാമത് സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് 2025. 2024 ഏപ്രിൽ അന്തരിച്ച ഇന്ത്യയിലെ സൈക്കോ അനാലിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സുധീർ കാക്കർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് നടത്തിയത് ഹിമാചൽ പ്രദേശാണ്. 2024 വിക്ഷേപിച്ച ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റാണ് ഏതെന്ന് പറയുന്നത് അഗ്നി ബാൺ എന്ന് പറയുന്നത്. നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഇവര് ആ ഒരു ലോഞ്ച് പാഡിന്റെ പേര് ചലിപ്പിക്കാൻ കഴിയുന്ന ആ ലോഞ്ച് പാഡിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത് ധനുഷ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ച വിമാനത്താവളമാണ് ജാംനഗർ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഗുജറാത്തിലുള്ളതാണ്. 2022 നാഷണൽ ടൈഗർ റിസർവുകളുടെ പുള്ളിപ്പുലികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്, ഓർത്തിരിക്കുക. ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ളത് ഓർഡർ ഓഫ് ദ ട്രങ്ക് ഗ്യാലപ്പ, അത് നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഓർത്തിരിക്കുക. 2024 മാർച്ച് ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത് വാർഷികമാണ്? 50ാമത് വാർഷികമാണ് ആഘോഷിച്ചത്, ഓർക്കുക കേട്ടോ. ഇനി ഭരണത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ പ്രദേശം ബീഹാറിലെ ബെഗുസാരയാണ് കേട്ടോ, ബെഗുസാരയാണ്, ഓർത്തിരിക്കുക. അതുപോലെ എന്താണ് പറയുന്നത് 2020 മാർച്ചിൽ വിജയകരമായി പരീക്ഷിച്ച MIRV സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള മിസൈലാണ് അഗ്നി 5 എന്ന് പറയുന്നത്. അതിന്റെ ദൗത്യത്തിന്റെ പേരാണ് ഏത്? മിഷൻ ദിവ്യാസ്ത്ര എന്ന് പറയുന്നത്, അതുകൂടി ഓർത്തിരിക്കുക. ലോകത്തെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാത അരുണാചൽ പ്രദേശിനെയും അതുപോലെ തന്നെ അസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏത് പാലത്തിന്റെ പേര്? സേല ടണൽ എന്നുള്ളതാണ് കേട്ടോ, സേല ടണൽ, ഓർത്തിരിക്കുക. മാർച്ചിൽ നിലവിൽ വരുന്ന അരുണാചൽ പ്രദേശിലെ 27ാമത് ജില്ല ഏതാണ്? ബിച്ചോമാണ് കേട്ടോ, ബിച്ചോമാണ്, ഓർത്തിരിക്കുക. ഇനി അതുപോലെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം ആരുടേതാണ്? MM നരവാനയുടേതാണ് കേട്ടോ. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകം MM നരവാനയുടേതാണ്. 24ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ഇമാനുവൽ മാക്രോൺ ആണ്. വിജയ് രൂപീകരിച്ച പുതിയ പാർട്ടിയാണ് ആര്? തമിഴക വെട്രി കഴകം എന്ന് പറയുന്നത്. കപ്പലുകൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം വരുന്നത് ന്യൂ പാമ്പാർ പാലമാണ് കേട്ടോ, ഓർത്തിരിക്കുക. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ആയിരുന്നു ഭാലി S നരിമാൻ എന്ന് പറയുന്ന, അന്തരിച്ചത് 2024 ഫെബ്രുവരി 21 അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. ഇനി സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹമായിട്ടുള്ള 2005 EX296ന്റെ പേര് നൽകിയിട്ടുള്ളത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ്. ആരാണ്? ജയന്ത് മൂർത്തിയുടെ പേരാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ISRO ഒരുക്കുന്ന പദ്ധതിയാണ് ഏത്? യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന്റെ പേരെന്താണ്? യങ് സയന്റിസ്റ്റ് പ്രോഗ്രാം ആണ് ഇത് യുവിക് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. അപ്പോൾ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോബോട്ടിനെ വികസിപ്പിച്ചത് IIT മദ്രാസ് ആണ്, അത് ഓർത്തിരിക്കുക. അതുപോലെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് ഏത്? 1032 എന്ന് പറയുന്നത്, 1032 കേട്ടോ, ഓർത്തിരിക്കുക. ഇനി നാവികസേന പുതിയ ആസ്ഥാന മന്ദിരമാണ് ഇത്? നൗസേന ഭവൻ എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്, ഓർക്കുക. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ ഇന്ത്യ സ്ഥാപിച്ച പുതിയ നാവിക താവളമാണ് ഇത്?
INS ജഡായു എന്ന് പറയുന്നത്. INS ജഡായു ലക്ഷദ്വീപിലുള്ളതാണെന്ന് ഓർത്തിരിക്കുക. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂർ ഒഡീഷയാണ് കേട്ടോ. സാമ്പൽപൂർ സാമ്പാർ ഉണ്ടാക്കാൻ ഭയങ്കരമായിട്ടോ സ്കില്ലൊക്കെ ആവശ്യമുണ്ടെന്ന് അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂർ ഒഡീഷയിലാണ്. പൊഖ്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേനയുടെ സംയുക്ത സൈനിക അഭ്യാസമാണ് ഭാരത് ശക്തി എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയുടെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ് ഇത് ദ്വാരക എക്സ്പ്രസ് എന്ന് പറയുന്നത്. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന, ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏറ്റവും പ്രായം കൂടിയ MP ആയിരുന്നു അദ്ദേഹം അന്തരിച്ചുപോയി. അതാണ് അതിന്റെ ഷഫീഖുർ റഹ്മാൻ കേട്ടോ. ഷഫീഖുർ റഹ്മാൻ എന്ന് പറയുന്നത്. ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് ആരെന്ന് പറയുന്നത് പ്രഗ്യ മിശ്ര എന്ന് പറയുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വൈസ് ചാൻസലറാണ് നൈമ, ഓർത്തിരിക്കുക കേട്ടോ. അതൊന്ന് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ ആദർശശില എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ? അംഗനവാടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്. വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ് പുറത്തിറക്കിയത്. വിദ്യാഭ്യാസ നയം അതുപോലെ ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് കൊണ്ടുവന്ന പദ്ധതി കൂടിയാണ് കേട്ടോ. ആദർശശില, ഓർത്തിരിക്കുക. ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്പാണ് ഇത് വോട്ടർ ടേൺ ഓൺ ആപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അവിടുത്തെ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അച്ചടക്ക നടപടി മുതിർന്നവരെ അറിയിക്കാൻ അല്ലെങ്കിൽ അധികൃതരെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പാണ് വിജിൽ എന്ന് പറയുന്നത്. ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള ആപ്പാണ് ഇത് സാക്ഷം ആപ്പ് എന്ന് പറയുന്നത്. മൂന്നും കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ പോസ്റ്റൽ വോട്ട് ചെയ്യാവുന്ന പ്രായപരിധി എത്രയായിരുന്നു? 85 വയസ്സാണ്. പരേസ് നരിമാന്റെ ആത്മകഥ എന്ന് പറയുന്നത് ബിഫോർ മെമ്മറി ഫെയ്ഡ്സ് എന്നുള്ളതാണ്. അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഈ ഒരു പേജിൽ പറഞ്ഞത്. കറക്റ്റായിട്ട് തന്നെ ഓർത്തിരിക്കുക, പഠിക്കുക കേട്ടോ. ഇപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടൊന്ന് കേട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വോട്ടർ ബോധവൽക്കരണത്തിനും ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബോധവൽക്കരണ പരിപാടി ഏതാണ്? ബോധവൽക്കരണ പരിപാടിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സ്വീപ്പ് ആണ് കേട്ടോ. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. SVEEP ആണ് കേട്ടോ. SVEEP സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സ്വീപ്പിന് ഉദ്ദേശം? വോട്ടർമാരെ ബോധവൽക്കരിക്കുക, അതുപോലെ തന്നെ ഇന്ത്യയിൽ വോട്ടർ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് എന്തിന്റെ ലക്ഷ്യം? സ്വീപ്പ് എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് അറിയുവാൻ സഹായിക്കുന്നതിന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് KYC ആപ്പ് എന്ന് പറയുന്നത്. എന്താണ് KYC ആപ്പ്? അതിന്റെ പൂർണ്ണ രൂപമാണ് ഇത് നോ യുവർ കാൻഡിഡേറ്റ്. ഇപ്പൊ നോ യുവർ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മത്സരാർത്ഥിയെ കുറിച്ച് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആപ്പായിരുന്നു KYC ആപ്പ് എന്ന് പറയുന്നത്. ഇതെല്ലാം തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഫാക്ട്സ് ആണ്. ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പശ്ചിമ ബംഗാളിൽ CPM അവതരിപ്പിച്ച AI അവതാരകയാണ് സമത. സമത എന്ന് പറയുന്ന AI അവതാരിക എവിടെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർക്കാം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ പോർട്ടൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുവിധ പോർട്ടലാണ്. അപ്പൊ സുവിധ പോർട്ടൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇലക്ഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർട്ടലാണ് സുവിധ പോർട്ടൽ എന്ന് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഏകോപനത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻകോർ ആണ്. അപ്പം സുവിധ പോർട്ടലാണ്. സോഫ്റ്റ്വെയർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻകോർ ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇതിനകത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പറയാനായിട്ടുള്ളത്. ഇനി ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ അല്ല, ഇപ്പം ആൾ മാറിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ഗ്യാനേഷ് എന്ന ഇന്ത്യയിലെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇസഡ് കാറ്റഗറി സുരക്ഷയ്ക്ക് കീഴിൽ വന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആര്? രാജീവ് കുമാർ എന്ന് പറയുന്നത്. അതൊന്ന് നോക്കാം. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ നാഷണൽ PWD ഐക്കൺ ആയി തിരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരം ശീതൾ ദേവിയാണ് കേട്ടോ. അപ്പൊ എന്താണ് നാഷണൽ PWD ഐക്കൺ ആയിട്ട് തിരഞ്ഞെടുത്ത പാരാ അമ്പെയ്ത്ത് താരമാണ് ആര്? ശീതൾ ദേവി. അപ്പൊ ശീതൾ ദേവി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പാരാ അമ്പെയ്ത്ത് താരമാണ് കേട്ടോ, ഓർത്തിരിക്കുക. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ആര്? ഗോപി ചന്ദ് തോട്ടക്കുറ എന്ന് പറയുന്നത്. ബ്ലൂ ഒറിജിന്റെ ന്യൂ ഷെപ്പേർഡ് ബഹിരാകാശ പേടകത്തിലാണ് യാത്ര പൂർത്തിയാക്കിയത്. അപ്പൊ ആരാണ്? ഗോപി ചന്ദ് തോട്ടക്കുറയാണ് കേട്ടോ. അപ്പൊ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് ഗോപി ചന്ദ് തോട്ടക്കുറ എന്ന് പറയുന്നത്. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ പൗരനാണ്
ഗോപിചന്ദ് തോട്ടക്കുറെ എന്ന് പറയുന്നത്. 2024 ഏപ്രിലിൽ നടന്ന ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ സംയുക്ത നാവിക അഭ്യാസത്തിന്റെ പേര് ദോസ്തി 16 ആണ്. 16ാമത്തെ പതിപ്പായിരുന്നു ദോസ്തി 16. ദോസ്തിയിൽ ആരൊക്കെയാണുള്ളത്? ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക. ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവർ ചേർത്തുള്ള സൈനിക അഭ്യാസമാണ് ദോസ്തി എന്ന് പറയുന്നത്. അതിന്റെ 16ാം പതിപ്പായിരുന്നു 2024 നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവി. 26ാമത്തെ മേധാവി ആരാണ്? അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി. പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യൻ നാവികസേനയുടെ 26ാമത് മേധാവി എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യമാണ്. അപ്പൊ യുവന്റെ കണക്ക് പ്രകാരമാണ് ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം. ഏറ്റവും തിരക്കേറിയ വിമാനത്താവളത്തിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം, ന്യൂഡൽഹിയാണ് കേട്ടോ. ഓർത്തിരിക്കുക. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസ് വാങ്ങിയ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ്? ബ്രഹ്മോസ് ആണ് കേട്ടോ. അപ്പൊ ബ്രഹ്മോസ് വാങ്ങിയത് ആരാണ്? ഫിലിപ്പൈൻസ് ആണ്. അതും കൂടി ഓർക്കുക. ഇവിടെ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ആണ് ബ്രഹ്മോസ് എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ എന്നൊക്കെ തന്നു കഴിയുമ്പോൾ ശരിയാണെന്നുള്ളത് ഓർത്തിരിക്കണം. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ. സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജന സംഖ്യയാണ് സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ 1984 നടത്തിയ ഏത് സൈനിക നടപടിയാണ് 2024 40 വയസ്സ് പിന്നിട്ടത്? സിയാച്ചിൻ പിടിച്ചെടുക്കാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്തായിരുന്നു? മേഘദൂത് എന്നാണ് കേട്ടോ. ഓർത്തിരിക്കുക. മേഘദൂത് നടന്നത് 1984 വർഷം കറക്റ്റായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ടൈംസ് മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരാണ്? അപ്പൊ സാക്ഷി മാലിക് ആണ് കേട്ടോ. അപ്പൊ സാക്ഷി മാലിക് ആണ് ടൈം മാഗസിന്റെ ഏറ്റവും സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഗുസ്തി താരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടൈംസ് മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ചോദിക്കുകയാണെങ്കിൽ അത് ആലിയ ഭട്ടാണ്. അതുകൊണ്ട് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത പോയിന്റിലേക്ക് പോകാം. തീരദേശ സുരക്ഷാ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനായി സാഗർ കവച് 1/24 സമുദ്ര സുരക്ഷാ അഭ്യാസം നടത്തിയത് എവിടെയാണ്? ലക്ഷദ്വീപിലാണ് നടത്തിയത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞാൽ തീരദേശ സുരക്ഷാ സംവിധാനത്തിന്റെ ഫലപ്രദമായി വിലയിരുത്തുന്നതിനായിട്ട് സാഗർ കവച് സമുദ്ര സുരക്ഷാ അഭ്യാസം നടത്തിയത് ലക്ഷദ്വീപിലാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാഗസിന്റെ കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ആര്? നരേന്ദ്രമോദി. അപ്പൊ 2ാമത്തെ പ്രധാനമന്ത്രിയാണെന്ന് ഓർത്തിരിക്കുക. രാജ്യത്തെ കർഷകർക്ക് അവരുടെ വയലുകളിൽ സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന എന്ന് പറയുന്നത്. PM കുസും യോജന. അപ്പൊ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓർക്കുക. എന്താണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം? സോളാർ പമ്പുകൾ വെക്കുന്നതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുകയാണ് PM കുസും യോജന എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ ഉറങ്ങാനുള്ള അവകാശം മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണെന്നും അത് ലംഘിക്കാനാവില്ലെന്നും നിരീക്ഷിച്ച ഹൈക്കോടതി ബോംബെ ഹൈക്കോടതിയാണ് കേട്ടോ. അപ്പൊ ഉറങ്ങാനുള്ള അവകാശം ആവശ്യമാണോ എന്നുള്ള ഏറ്റവും അടിസ്ഥാനമായുള്ള അവകാശമാണെന്ന് കണ്ടെത്തിയ ഹൈക്കോടതിയാണ് ബോംബെ ഹൈക്കോടതി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ടെർമിനൽ എൻട്രിയും സെക്യൂരിറ്റി ക്ലിയറൻസും തടസ്സരഹിതവും കടലാസ് രഹിതവുമാക്കാൻ ഏർപ്പെടുത്തിയ മുഖ തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനത്തിന്റെ പേരെന്താണ്? ഡിജി യാത്ര കേട്ടോ. അപ്പൊ ഡിജി യാത്ര വിമാനത്താവളങ്ങളിലെ നമ്മുടെ ക്ലിയറൻസ്, സെക്യൂരിറ്റി ക്ലിയറൻസും അതുപോലെ തന്നെ എൻട്രി ക്ലിയറൻസും എല്ലാം തന്നെ കടലാസ് രഹിതമായിട്ടും അതുപോലെ തടസ്സരഹിതമായിട്ടും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് ഇത് ഡിജി യാത്ര എന്ന് പറയുന്നത്. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10 കേട്ടോ. 1ാം സ്ഥാനത്തുള്ളത് റഷ്യ ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. പ്ലാസ്റ്റിക് മലിനീകരണത്തിന്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജെൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് കേട്ടോ. IIS ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് ഹൈഡ്രോജെൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് IIS ആണ്. ഓർത്തിരിക്കുക. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്. നമുക്ക് എളുപ്പത്തിൽ എഴുതാനായിട്ട് കിട്ടും. പക്ഷെ പേരൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. സാങ്നാൻ എന്നാണ് അരുണാചൽ പ്രദേശിനെ അവർ സംബോധന ചെയ്തിരിക്കുന്നത്. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ
സോനം വാങ്ചുക് ആണ് ലഡാക്കിനെ എന്ത് കൊടുക്കണം, സംസ്ഥാന പദവി നൽകണം എന്ന് പറഞ്ഞ് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക അതൊക്കെ. ഇനി സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് അഗ്നിബാൺ ആണ് കേട്ടോ. ഓൾറെഡി അഗ്നിബാണിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതും കൂടി ഓർത്ത് വെച്ചിരിക്കുക. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നിബാൺ എന്ന് പറയുന്നത്. 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഡാനിയൽ ബാലാജി സിനിമയാണ്, തമിഴ് സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡാനിയൽ ബാലാജി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഇന്ത്യയിലെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇരയാണ്. അപ്പൊ സംവിധാനം ചെയ്തിരിക്കുന്നത് സാം ഭട്ടാചാര്യയാണ്, ഓർത്തിരിക്കുക. GST ടാഗ് ലഭിച്ച കത്യ ഗഹു എന്ന ഗോതമ്പ് ഇനം ഏത് സംസ്ഥാനത്തിലാണ്? അപ്പൊ GI ടാഗ് ലഭിച്ചിട്ടുള്ള കത്തിയ ഗഹു എന്ന് പറയുന്ന ഗോതമ്പിനം ഏത് സംസ്ഥാനത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഉത്തർപ്രദേശ് ആണ്. ദുരം ഗോതമ്പ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്, അതും കൂടി ഓർത്തു വെച്ചിരിക്കുക. ഉത്തർപ്രദേശാണ്. GI ടാഗ് ലഭിച്ചതിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ മണ്ണിൽ പിറന്ന ചീറ്റക്കുഞ്ഞിന് നൽകിയ പേരാണ് മുഖി എന്ന് പറയുന്നത് കേട്ടോ. മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനത്തിലാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. മുഖിയാണ് പേര്, ഓർത്തു വെച്ചിരിക്കുക. ചീറ്റപ്പുലിയാണ്. ലോകത്ത് ആദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം ഓം ശിവ മന്ദിർ നിലവിൽ വന്നത് പാലിയാണ്. രാജസ്ഥാനിലെ പാലിയിലാണ് ലോകത്ത് തന്നെ ആദ്യമായിട്ട് ഓം ആകൃതിയിലുള്ള ക്ഷേത്രം വന്നിട്ടുള്ളത്. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത്? ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ ആണ് കേട്ടോ. IIT ബോംബെ ആണ്, ഓർത്തിരിക്കുക. കേരള സർവകലാശാലയിലെ ഗവേഷകർ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയ പട്ടാബേട്ട് ഏത് സംസ്ഥാനത്താണ്? പട്ടാബേട്ട് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക. അതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ, ഒന്നുകൂടി ഓർത്ത് വെച്ചിരിക്കുക. വീണ്ടും ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ദേവിക എന്ന് പറയുന്നത്. കാൻ ചലച്ചിത്ര മേളയിൽ ഛായാഗ്രഹണ രംഗത്തെ സംഭാവനയ്ക്കുള്ള പിയർ ആന്റണോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹൻ സന്തോഷ് ശിവനാണ് കേട്ടോ. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരൻ എന്ന പ്രത്യേകത കൂടി സന്തോഷ് ശിവനുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓടിച്ചൊന്നും കൂടി നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞത് വോട്ടർ സാക്ഷരതയ്ക്കും അതുപോലെ തന്നെ ബോധവൽക്കരണത്തിനും വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് ഏതെന്ന് പറയുന്നത് സ്വീപ്പ് എന്ന് പറയുന്നത്, സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ. അബ്രവേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലോക്സഭയിലെ ഓരോ സ്ഥാനാർത്ഥികളെ പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഇത് KYC ആപ്പ് എന്ന് പറയുന്നത്, നോ യുവർ കാൻഡിഡേറ്റ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ പേരിൽ നിന്ന് തന്നെ കിട്ടും. അതുപോലെ സമത എന്ന് പറയുന്ന ഒരു AI അവതാരികയെ അവതരിപ്പിച്ചത് ആരാണ്? പ്രചരണ പരിപാടിക്ക് വേണ്ടിയിട്ട് പശ്ചിമ ബംഗാളിലെ CPM ആണ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വിവിധ അനുമതികൾക്ക് വേണ്ടിയിട്ട് സജ്ജമാക്കിയ പോർട്ടലാണ് ഇത് സുവിധ പോർട്ടൽ എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ, നടപടിക്രമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻകോർ ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഗ്യാനേഷ് ആണ്, ഓർത്തിരിക്കുക. അതുപോലെ നാഷണൽ PWD ഐക്കണായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പാര അമ്പെയ്ത്ത് താരമാണ് ഇത് ശീതൾ ദേവി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപിചന്ദ് തോട്ടക്കുറയാണ്, ഓർത്തിരിക്കുക. ഇന്ത്യ, മാലിദ്വീപ്, ശ്രീലങ്ക എന്നിവയുമായിട്ടുള്ള നാവിക അഭ്യാസമാണ് ഇത് ദോസ്തി എന്ന് പറയുന്നത്, ഓർക്കുക. പിന്നെ പറഞ്ഞത് നമ്മുടെ 26ാമത് നാവികസേനയുടെ മേധാവി ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠിയാണ്, ഓർക്കുക. അതുപോലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവള പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ വിമാനത്താവളം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ബ്രഹ്മോസ് നമ്മൾ കൊടുത്തത് ഫിലിപ്പൈൻസിനാണ്, ഓർത്തിരിക്കുക. അതുപോലെ സജ്ഞ സംഖ്യയാണ് ആര്? സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. മേഘദൂത് എന്നാണ് ഓപ്പറേഷൻ മേഘദൂത് നടന്നത്. 1984 ഓപ്പറേഷൻ മേഘദൂത് നടന്നത്. 2024 അതിന്റെ 40ാം വർഷമാണ് ആഘോഷിച്ചത്. സാക്ഷി മാലിക്കാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 പേരുടെ പട്ടികയിൽ ഇടം നേടിയ ഗുസ്തി താരം എന്ന് പറയുന്നത്. അതുപോലെ ബോളിവുഡ് നടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലിയ ഭട്ടാണ്, ഓർക്കുക. ലഡാക്കിനെ സംസ്ഥാന പദവിക്ക് വേണ്ടിയിട്ട് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് ആര്? സോനം വാങ്ചുക് എന്ന് പറയുന്നത്. അരുണാചൽ പ്രദേശിന് ചൈന നൽകിയിരിക്കുന്ന പേരെന്താണ്? സാങ് നാൻ എന്നുള്ളതാണ് കേട്ടോ. പേര് ഒന്ന് ഓർത്തിരിക്കുക, സാങ് നാൻ എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് ഹൈഡ്രോജെൽ അവതരിപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 10ാം സ്ഥാനമാണ്, ഓർത്തിരിക്കുക. ഡിജി യാത്ര ഓർമ്മയുണ്ടല്ലോ, വിമാനത്താവളവുമായി ബന്ധപ്പെട്ടതാണ് ഡിജി യാത്ര എന്ന് പറയുന്നത്.
ഇനി ബോംബെ ഹൈക്കോടതിയാണ് ഉറങ്ങാനുള്ള അവകാശം ഒരു ആവശ്യമാണെന്ന് കണ്ടെത്തിയത്. അതുപോലെ PM കുസും യോജന എത്ര ശതമാനം വരെയാണ് സബ്സിഡി നിരക്ക് കൊടുക്കുന്നത്? 90% വരെയും സബ്സിഡി കൊടുക്കുന്ന പദ്ധതി കൂടിയാണ് PM കുസും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. സോളാർ പമ്പുകൾ സ്ഥാപിക്കുന്നതിന് 90% വരെ സബ്സിഡി നൽകുന്ന പദ്ധതിയാണ് PM കുസും യോജന എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞത് സാഗർ കവച്, ലക്ഷദ്വീപിലാണ് അതിന്റെ അഭ്യാസം നടന്നത്, ഓർത്തിരിക്കുക. സെമി ക്രയോജനിക് എഞ്ചിനാണ് ഏത് അഗ്നി ബാൺ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റാണ് അങ്ങനത്തെ സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റാണ് അഗ്നി ബാൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നെ നോക്കുന്നത് ഈ പറയുന്ന കത്തി ഗഹു എന്ന് പറയുന്ന ഗോതമ്പ് എവിടത്താണ്? ഉത്തർപ്രദേശിലാണ്. ദുരം ഗോതമ്പ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്, ഓർത്തിരിക്കുക. അതുപോലെ മുഖിയാണ് ചീറ്റപ്പുലി കുഞ്ഞിന്റെ പേര് എന്നുള്ളത് ഓർക്കുക. മുഖി, നമുക്ക് ഈ പേരുകളൊക്കെ എപ്പോഴും ചോദിക്കാറൊക്കെ ഉണ്ട്. പാലിയിൽ നിന്നുമാണ് ആദ്യ ഓമാകൃതിയിലുള്ള ക്ഷേത്രം. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഓമാകൃതിയിലുള്ള ക്ഷേത്രം എവിടെയാണ്? രാജസ്ഥാനിലെ പാലിയാണ്, ഓർത്തിരിക്കാം. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഹോം ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ചത് IIT ബോംബെ ആണ് കേട്ടോ. IIT ബോംബെ ആണ്. പിന്നെ പറയാനാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആര്? ദേവിക എന്ന് പറയുന്നത്. PR ആന്റണോ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രഹകൻ ആരാണ്? സന്തോഷ് ശിവനാണ് കേട്ടോ. സന്തോഷ് ശിവൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. വേണമെങ്കിൽ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. കാൻ ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടാണ്. കാൻ ഫിലിം ഫെസ്റ്റിവലിലെ അൺസർട്ടൈൻ റിഗാർഡ്സ് വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരി എന്താണ്? അൺസർട്ടൈൻ റിഗാർഡ്സ് വിഭാഗത്തിലാണ് കേട്ടോ. ആരാണ്? അനസൂയ സെൻഗുപ്തയാണ്. ചിത്രം ദ ഷെയിംലെസ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. അനസൂയ സെൻഗുപ്ത, ഓർത്തിരിക്കുക. അതുപോലെ കാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണ്? ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നാണ്. സംവിധായകരാണ് പായൽ കപാടിയാണ്. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോത്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ. ഒരു സീസണിൽ 2 തവണ എവറസ്റ്റ് കൊടുമുടിയും ലോത്സെ കൊടുമുടിയും കീഴടക്കിയ ആദ്യ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരനാണ് ആര്? സത്യദീപ് ഗുപ്ത എന്ന് പറയുന്നത് കേട്ടോ. സത്യദീപ് ഗുപ്ത. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് വാരണാസിയാണ്, ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് ആരാണ്? വാരണാസിയാണ്. കാനഡയിലെ മഗിൽ സർവകലാശാലയിൽ നിന്നും ഓണററി ബിരുദം നേടിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞ ഡോക്ടർ സൗമ്യ സ്വാമിനാഥനാണ്, ഓർത്തിരിക്കുക. കാനഡയിലെ മഗിൽ സർവകലാശാലയിൽ നിന്ന് ഓണററി ബിരുദം സ്വന്തമാക്കിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞയാണ് ആര്? സൗമ്യ സ്വാമിനാഥൻ എന്ന് പറയുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കുവാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത് കേട്ടോ. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെയാണ് പോളോ പോണി എന്ന് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനമാണ് ഏത്? മണിപ്പൂർ എന്ന് പറയുന്നത്, ഓർത്തിരിക്കാം. 2024 അന്തരിച്ച ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രഘുനാഥൻ കമ്മത്ത്. രഘുനാഥൻ കമ്മത്ത് എന്താണ് അറിയപ്പെടുന്നത്? ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നതാണ്. നാച്ചുറൽസ് ഐസ്ക്രീം സ്ഥാപകനാണ് ആര്? രഘുനാഥ് കമ്മത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂണിസെഫിന്റെ ഇന്ത്യയുടെ അംബാസഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരമാണ് കരീന കപൂർ. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിസെഫിന്റേതാണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യ അന്റാർട്ടിക്കയിൽ 4 വർഷത്തിനകം സ്ഥാപിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിന് നൽകിയ പേരാണ് ഇത്? മൈത്രി 2. അപ്പം ഇന്ത്യയിലെ അന്റാർട്ടിക്കയിലെ ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നോക്കി വെച്ചിരിക്കുക കേട്ടോ. 3 ഓൾറെഡി ഉണ്ട്. 4മത്തതാണ് ഏത്? മൈത്രി 2 എന്ന് പറയുന്നത്. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ റെയിൽവേയുടെ പുതിയ നിർമ്മിത ബുദ്ധി പദ്ധതിയാണ് ഏത്? ഗജരാജ് എന്ന് പറയുന്നത്. അപ്പൊ ഗജരാജ് എന്ന് പറയുന്നത് റെയിൽവേയുടെ പദ്ധതിയാണെന്നുള്ളത് ഓർത്തിരിക്കുക. ആനകളെ ട്രെയിൻ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള AI അധിഷ്ഠിത പദ്ധതിയാണ് ഗജരാജ് എന്ന് പറയുന്നത്. വേൾഡ് എക്കണോമിക്സ് ഫോറത്തിന്റെ 2024 ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 39 കേട്ടോ. ഒന്നാമതുള്ളത് അമേരിക്കയാണ്. അപ്പം ഇന്ത്യയിൽ ട്രാവൽ ആൻഡ് ടൂറിസം വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 39. വേൾഡ് എക്കണോമിക് ഫോറം ആണ് ഇത് പുറപ്പെടുവിക്കുന്നതെന്നും കൂടി ഓർത്തിരിക്കാം. മേഘാലയയിൽ നടന്ന ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് ശക്തിയാണ് കേട്ടോ. ശക്തി ആരൊക്കെ തമ്മിലുള്ള സംയുക്ത അഭ്യാസമാണ്? ഇന്ത്യയും ഫ്രാൻസുമാണ്. വേദി ഏതായിരുന്നു? മേഘാലയ ആയിരുന്നു എന്നുള്ളത് ഓർക്കാം. ഇന്ത്യയുടെ ആദ്യ ആണവ പരീക്ഷണത്തിന്റെ 50ാം വാർഷികം ആചരിക്കപ്പെട്ടത് 2024 മെയ് 18. അപ്പൊ 50ാം വാർഷികമാണ് ആചരിക്കപ്പെട്ടതെന്ന് ഓർത്തിരിക്കുക. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് ഏത്? സ്മാർട്ട് PDS എന്ന് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും ഭക്ഷ്യവിതരണ ശൃംഖലയെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിന് കീഴിലാക്കുന്ന കേന്ദ്ര പദ്ധതിയാണ് സ്മാർട്ട് PDS, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സ്മാർട്ട് PDS എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ വ്യോമസേന പരീക്ഷിച്ച പുതിയ എയർ ടു സർഫസ് മിസൈൽ ആണ് ഇത്? ക്രിസ്റ്റൽ മോസ് 2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വ്യോമസേന പരീക്ഷിച്ച എയർ ടു സർഫസ് മിസൈൽ ആണ് ഏത്?
ക്രിസ്റ്റൽ മോസ് 2 എന്ന് പറയുന്നത്. അതുപോലെ ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖറാണ്. ഓർത്തിരിക്കുക, ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖറാണ്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ടണലായി പ്രഖ്യാപിച്ചത് ഏതാണ്? സേല ടണലാണ് കേട്ടോ. അരുണാചൽ പ്രദേശിലെ സേല ടണലിനെയാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഓണർ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ടണലായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? മണ്ഡപമാണ്, തമിഴ്നാട്ടിലെ മണ്ഡപത്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ നിലവിൽ വരുന്നത്. തീവണ്ടികളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും അവരുടെ യാത്ര സുരക്ഷിതത്വം ഉറപ്പാക്കാനുമുള്ള പദ്ധതിയാണ് മേരി സഹേലി, എന്റെ കൂട്ടുകാരി എന്നുള്ള അർത്ഥത്തിൽ മേരി സഹേലിയാണ് തീവണ്ടിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സഹായത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ മേരി സഹേലി. ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനമാണ് FWD-200 എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആളില്ലാ ബോംബർ വിമാനം FWD-200 കേട്ടോ. 2024 ഏപ്രിലിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ്. ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഓരോത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്, അതൊന്ന് ഓർത്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 2024 ഏപ്രിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് നിർഭയ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കർഷകർക്കായി വാർത്തകളും വിവരങ്ങളും പങ്കിടുന്നതിനായി ദൂരദർശൻ DD കിസാൻ ചാനൽ അവതരിപ്പിക്കുന്ന AI അവതാരകരാണ് ആരൊക്കെ? AI കൃഷും അതുപോലെ AI ഭൂമിയും കേട്ടോ. AI കൃഷും AI ഭൂമിയും ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? വെർച്വൽ കാർഡ് പുറത്തിറക്കിയ ബാങ്ക് HDFC ആണ്. ഓർത്തിരിക്കുക. സൗരോർജ്ജ ഉൽപാദനത്തിൽ ലോകത്തിലെ ഒന്നാമത്തെ രാജ്യമായി മാറിയത് ചൈനയാണ്. ഇന്ത്യയുടെ സ്ഥാനം 3 ഓർത്തിരിക്കുക. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നുള്ള ഗഗൻ സ്ട്രൈക്ക് 2 സംയുക്ത അഭ്യാസത്തിന്റെ വേദി പഞ്ചാബാണ് കേട്ടോ. ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ചേർന്നിട്ടുള്ളതാണ് ഗഗൻ സ്ട്രൈക്ക് 2 എന്ന് പറയുന്നത്. അതിന്റെ വേദി ഏതായിരുന്നു? പഞ്ചാബ് ആയിരുന്നു. നമ്മൾ ഇതിനു മുന്നേ കുറെ അധികം അഭ്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിന്റെയും ഒന്ന് ഓർത്തിരിക്കാനായിട്ട് ശ്രമിക്കുക. 2024 മെയ് 20 മുതൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തത് CISF ആണ് കേട്ടോ. CISF ആണ് ഇന്ത്യൻ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. മെയ് 20 മുതലാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും കൂടി ഓർത്തിരിക്കുക. എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയാണ് ടെൻസിംഗ് എന്ന് പറയുന്നത്. ഏത് രാജ്യത്തെ സുപ്രീം കോടതിയാണ് പ്രഗ്നന്റ് വുമൺ എന്നതിന് പകരം പ്രഗ്നന്റ് പേഴ്സൺ എന്ന പദം ഉപയോഗിക്കണം എന്ന് പ്രസ്താവിച്ചത്? ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ പ്രഗ്നന്റ് വുമൺ എന്നല്ല പറയേണ്ടത്, പ്രഗ്നന്റ് പേഴ്സൺ എന്നാണ് പറയേണ്ടതെന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വരുന്നത്? ഭരണഘടനാ പാർക്ക് പൂനെ. ഓർത്തിരിക്കുക കേട്ടോ. ഭരണഘടനാ പാർക്ക് പൂനെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ ആയിട്ടുള്ള നക്ഷത്ര സഭ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡാണ് നക്ഷത്ര സഭ എന്ന് പറയുന്ന ടൂറിസം ക്യാമ്പയിൻ, ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡാണ് കേട്ടോ. ഇനി അതുപോലെ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് സൈനിക ആവശ്യങ്ങൾക്കായി ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രാജ്യം അമേരിക്കയാണ്. അതെല്ലാവർക്കും അറിയാം. 4ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് കേട്ടോ. ഓർത്തിരിക്കുക. അപ്പൊ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്ന രാജ്യമാണ് അമേരിക്ക, 4ാം സ്ഥാനം ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ സഹകരണത്തോടെ ശ്രീലങ്ക നവീകരിക്കുന്ന തുറമുഖം ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചിരിക്കുക. കാംഗസ് സുന്ദരൈ തുറമുഖമാണ് കേട്ടോ. സന്തുറൈ തുറമുഖമാണ്, ഓർത്തു വെച്ചിരിക്കുക. അപ്പം ഇന്ത്യയുടെ സഹായത്തോടു കൂടി ശ്രീലങ്കയിൽ നവീകരിക്കുന്ന തുറമുഖമാണ് ഇത്? സന്തുറൈ തുറമുഖം. ഇന്ത്യയിൽ വ്യാപകമായി നടക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഏതാണ്? പ്രതിബിംബ കേട്ടോ. പ്രതിബിംബ എന്നാണ് സോഫ്റ്റ്വെയറിന്റെ പേര്. എന്താണ് പ്രതിബിംബ? സൈബർ തട്ടിപ്പുകൾ തടയുന്നതിന് വേണ്ടിയിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ്. സൈബർ ക്രൈം തടയുക എന്നതാണ് പ്രതിബിംബിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 29ാമത്തെ MP ആണ് ആര്? മുഖേഷ് ദലാൽ എന്ന് പറയുന്നത്. സൂറത്തായിരുന്നു മണ്ഡലം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ലോക്സഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട 29ാമത്തെ MP ആണ് മുഖേഷ് ദലാൽ എന്ന് പറയുന്നത്. സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതിയാണ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ് കേട്ടോ. അപ്പൊ സ്ത്രീധനത്തിൽ ഭർത്താവിന് അവകാശമില്ല എന്ന് പറഞ്ഞ കോടതി സുപ്രീം കോടതിയാണ്. ഡാറ്റ വിനിമയത്തിൽ 1ാം സ്ഥാനത്തുള്ള കമ്പനി റിലയൻസ് ജിയോ ആണ് കേട്ടോ. ഡാറ്റ വിനിമയത്തിൽ 1ാം സ്ഥാനത്തുള്ളത് റിലയൻസ് ജിയോ ആണ്. ഇന്ത്യയിലെ പുതിയ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണ്?
നാഗി പക്ഷി സങ്കേതം ബീഹാറിലുള്ളത്, നക്തി പക്ഷി സങ്കേതം ബീഹാർ. അത് രണ്ടുമാണ് പുതിയ റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത്. നിലവിലെ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം 82 ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യണം കേട്ടോ. 82 ഇപ്പോൾ ഉള്ളത്, അതൊന്ന് ഓർത്തിരിക്കുക. ലോകത്ത് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള രാജ്യം എന്ന് പറയുന്നത് UK ആണ്. 175 ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ വെച്ചിട്ട് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ റംസാർ സൈറ്റുകളൊക്കെ പുതുതായിട്ട് വന്നതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നാഗി പക്ഷി സങ്കേതം, നക്തി പക്ഷി സങ്കേതമൊക്കെ ബീഹാറാണ്. അതിനുശേഷം വന്നിട്ടുള്ളവയുണ്ട്. അതും കൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. പരിസ്ഥിതി സൗഹാർദ്ദ ഇന്ധനങ്ങളായ പ്രകൃതിവാതകവും കംപ്രസ് ചെയ്ത പ്രകൃതിവാതകവും ഉപയോഗിക്കുന്നതിനായി എനർജി ഹെ എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സ്ഥാപനമാണ് ഗെയിൽ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം എനർജി ഹെ എന്ന് പറയുന്നത് പ്രകൃതിവാതകവും അതുപോലെ കംപ്രസ് ചെയ്തിട്ടുള്ള പ്രകൃതിവാതകവും ഉപയോഗിച്ചുള്ള എനർജി, ആ ഒരു എനർജി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ആണ് ഏതെന്ന് പറയുന്നത് എനർജി ഹേ എന്ന് പറയുന്നത്. ഗെയിൽ ഇന്ത്യ ആണിത് ആരംഭിച്ചിട്ടുള്ളത്, ഓർത്തിരിക്കുക. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് ആര്? PV സിന്ധു എന്ന് പറയുന്നത് കേട്ടോ, ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പേജിൽ പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് പേപ്പറുകളിലൊന്ന് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര നാവിക അഭ്യാസമായ റിംപാക്ക് 24 ഉൾപ്പെട്ട ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതാണ്? INS ശിവാലിക്കാണ് കേട്ടോ. വേദി അലാസ്കയായിരുന്നു. INS ശിവാലിക്കാണ് റിംപാക്കിനകത്ത് ഉൾപ്പെട്ടത്, ഓർത്തിരിക്കുക. ഇന്ത്യയിൽ ആദ്യമായി വനമേഖലയിൽ കാട്ടുതീ നേരത്തെ കണ്ടെത്താൻ AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ട ടൈഗർ റിസർവ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെഞ്ച് ടൈഗർ റിസർവ് ആണ് മധ്യപ്രദേശിലെ. അപ്പൊ പെഞ്ച് ടൈഗർ റിസർവിലാണ് കാട്ടുതീ നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് AI അധിഷ്ഠിത സംവിധാനം സ്ഥാപിക്കപ്പെട്ടത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് ജിംഎക്സ് എന്ന് പറയുന്നത്? ജിംഎക്സ് എന്ന് പറയുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനിക നാവിക അഭ്യാസമാണ്, ഓർത്തിരിക്കുക. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥി ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കർ ലാൽ വാനിയാണ് കേട്ടോ. ഒന്ന് ഓർത്താൽ മതി, ശങ്കർ ലാൽ വാനിയാണ്. ഇൻഡോർ ആണ് ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. 2024 ലോക്സഭയിൽ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണെന്നെങ്കിൽ രവീന്ദ്ര ദത്താറാമാണ്. മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലമായിരുന്നു രവീന്ദ്ര ദത്താറാം. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരേ ഒരു വോട്ടർ മാത്രമുള്ള പോളിംഗ് സ്റ്റേഷനാണ് ഇത്. ഒരേ ഒരു വോട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗുജറാത്തിലെ ബനേജ് പോളിംഗ് സെന്ററിലായിരുന്നു ഒരേ ഒരു വോട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഗുജറാത്തിലെ ഗിർ വനത്തിനുള്ളിലെ ബനേജ് പോളിംഗ് സ്റ്റേഷനിലെ ഏക വോട്ടറുടെ പേരെന്താണ്? മഹത്ത് ഭാരത് ദാസ് ദർശൻ ദാസ് എന്നുള്ളതായിരുന്നു. ജസ്റ്റ് ഓർത്തിരിക്കുക കേട്ടോ, മഹത്ത് എന്നുള്ളത്. ആദ്യമായി ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗം ഏതാണ്? ഷോംപെൻ ആണ് കേട്ടോ. ഷോംപെൻ ആണ് ആദ്യമായി ഒരു പൊതു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഗ്രേറ്റ് നിക്കോബാറിലെ ഗോത്ര വിഭാഗമാണ് ഷോംപെൻ എന്ന് പറയുന്നത്. വർഗത്തിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്, ഷോംപെൻ. 18ാമത് ലോക്സഭയിലെ പ്രോ ടൈം സ്പീക്കറായി നിയമിതനായത് ഭർത്തഹരി മെഹ്താബാണ്. ആരാണ്? ഭർത്തഹരി മെഹ്താബാണ് പ്രോ ടൈം സ്പീക്കറായിട്ട് നിയമിതനായത്. 2024 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ ഇന്ത്യയുടെ മുഖ്യ വേദി എന്ന് പറയുന്നത് ശ്രീനഗർ ആണ്, ഓർത്തിരിക്കുക. 10ാമത് യോഗമായിരുന്നു എന്നുള്ളത് ഓർക്കുക. യോഗാ ദിനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യവേദി എന്ന് പറയുന്നത് ശ്രീനഗർ ആണ്. 2024 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതായിരുന്നു. ജൂൺ 21 യോഗാ ദിനം, ഓർത്തിരിക്കുക. അപ്പൊ എന്തായിരുന്നു പ്രമേയം? യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതായിരുന്നു പ്രമേയം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് പാലം നിലവിൽ വരുന്നത് റിയാസിയാണ് കേട്ടോ. ചെനാബ് നദിക്ക് മുകളിലൂടെയാണ് വരുന്നത്, റിയാസിയിലാണ് വരുന്നത്, ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റീൽ ആർച്ച് റെയിൽ പാലം നിലവിൽ വരുന്നത് റിയാസിയാണ് കേട്ടോ. റിയാസി റെയിൽ പാലം, റിയാസി അങ്ങനെ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാം. 2024 അന്തരിച്ച പ്രൊഫസർ CV ചന്ദ്രശേഖർ ഏത് മേഖലയിലാണ് പ്രശസ്തൻ? ഭരതനാട്യ നർത്തകനാണ് കേട്ടോ. CV ചന്ദ്രശേഖരൻ ഭരതനാട്യ നർത്തകനാണ്, ഓർത്തിരിക്കുക. 2024 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസം തരംഗ് ശക്തിയാണ് കേട്ടോ. ബഹുരാഷ്ട്ര വ്യോമ അഭ്യാസമാണ് ഇത് തരംഗ് ശക്തി എന്ന് പറയുന്നത്. യുനെസ്കോയുടെ ലോകത്തിലെ 7 മികച്ച മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ മ്യൂസിയമാണേത്? സ്മൃതി വാൻ എന്ന് പറയുന്നത് കേട്ടോ. സ്മൃതി വാൻ ഭുജ് ഭൂകമ്പത്തിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച മ്യൂസിയമാണ് സ്മൃതി വാൻ എന്ന് പറയുന്നത്. അപ്പൊ യുനെസ്കോയുടെ ലോകത്തിലെ മികച്ച 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ മ്യൂസിയമാണ് സ്മൃതി വാൻ എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും അധികം സമുദ്ര മത്സ്യം ലഭ്യമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ് കേട്ടോ. സമുദ്ര മത്സ്യം ലഭ്യമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 2ാം സ്ഥാനം കേരളത്തിനാണുള്ളത്, ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആത്മഹത്യാ ഡ്രോൺ
നാഗാസ്ത്ര 1 എന്ന് പറയുന്നത് കേട്ടോ. നാഗാസ്ത്ര 1 ആണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ആത്മഹത്യാ ഡ്രോൺ എന്ന് പറയുന്നത്. 2024 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 109 ആണ്. ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ്. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് 2024 109 ആണ് കേട്ടോ. സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 109. 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116 ആണ്. ഒന്നാം സ്ഥാനം ഐസ്ലാൻഡിനാണ്. ഇത് 2024 കണക്കുകളാണ് പറയുന്നത്, അതും കൂടെ ഓർത്തിരിക്കുക. 2024 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 116. ഇന്ത്യയിലെ സ്വതന്ത്ര സമര സേനാനികളുടെ പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണ സ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ജഗദീപ് ധൻഖർ ആണ് കേട്ടോ. നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീപ് ധൻഖർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രതിമകൾ സ്ഥാപിച്ച പ്രേരണ സ്ഥൽ ഉദ്ഘാടനം ചെയ്തത് ജഗദീപ് ധൻഖർ ആണ്. മെർസർ നടത്തി 2024 കോസ്റ്റ് ഓഫ് ലിവിംഗ് സർവേ അനുസരിച്ച് ജീവിക്കാൻ ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ നഗരമാണ് ചോദിച്ചിരിക്കുന്നത്. മുംബൈ ആണ് കേട്ടോ. മുംബൈ ആണ് ജീവിക്കാൻ ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ നഗരം എന്ന് പറയുന്നത്. ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഓം ബിർളയാണ്. ഓർത്തിരിക്കുക. നെക്സ്റ്റ് വരുന്നത് 18ാമത് ലോക്സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 2024 ജൂൺ 24 ഡേറ്റ് ഓർത്തിരിക്കുക, എളുപ്പമാണ് പഠിക്കാൻ. 18ാമത് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാജ്യസഭാ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് JP നദ്ദയാണ് കേട്ടോ. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയാണ്. ഓർക്കുക കേട്ടോ. ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെ കേന്ദ്ര ജലശക്തി മന്ത്രാലയം നിരീക്ഷിക്കുന്ന നദി ഏതാണ്? ഗംഗാ നദീനെയാണ് കേട്ടോ നിരീക്ഷിക്കുന്നത്. ഫ്ലോ പാരിസ്ഥിതിക നിരീക്ഷണ സംവിധാനത്തിലൂടെയാണ് നിരീക്ഷിക്കുന്നത്. ഓർത്തിരിക്കുക. മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മിഷൻ നിശ്ചയ് തുടങ്ങിയ സംസ്ഥാനം പഞ്ചാബാണ് കേട്ടോ. മിഷൻ നിശ്ചയ് തുടങ്ങിയ സംസ്ഥാനമാണ് പഞ്ചാബ്. മയക്കുമരുന്ന് വിൽപ്പനയെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് മിഷൻ നിശ്ചയ് തുടങ്ങിയത് പഞ്ചാബാണ്. 2024 പുറത്തു വരുന്ന ആഗോള ലിംഗസമത്വ സൂചികയിൽ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 129 ആണ്. 24 കണക്കുകളാണ് പറയുന്നത്. 129. ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനാണ് കേട്ടോ. ഓർത്തിരിക്കുക, ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വന്നത് ബന്നാർഘട്ട് ബയോളജിക്കൽ പാർക്കിലാണ് കേട്ടോ. കർണാടകയിലെ ബന്നാർഘട്ട് ബയോളജിക്കൽ പാർക്കാണ്. ഓർത്തിരിക്കുക. തീസ്ത നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? തീസ്തയിലെ വെള്ളം. അപ്പൊ സൈഡ് ഏതാന്ന് നോക്കിയിട്ട് പറയാൻ പറ്റും. ബംഗ്ലാദേശുമായിട്ടാണ് കേട്ടോ കരാറിൽ ഒപ്പുവെച്ചത്. തീസ്ത നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ട ആരൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ്. 53ാമത് GST കൗൺസിൽ മീറ്റിംഗിന്റെ വേദി. 53ാമത് GST കൗൺസിൽ മീറ്റിംഗിന്റെ വേദി എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ് കേട്ടോ. ഓർത്തിരിക്കുക. എല്ലാ മന്ത്രിമാരും അവരുടെ ശമ്പളത്തിനും അലവൻസുകൾക്കും ആദായ നികുതി നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശാണ് കേട്ടോ. എല്ലാ മന്ത്രിമാരും എന്താണ്, അവരവരുടെ ശമ്പളത്തിനും ആനുകൂല്യങ്ങൾക്കും അലവൻസിനും ആദായകമായിട്ടുള്ള GST നൽകണമെന്ന് തീരുമാനിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. കാർഗിൽ വിജയ ദിവസത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ആർമി വിനോദസഞ്ചാരികൾക്ക് ആയി തുറന്നുകൊടുത്ത ഖലൂഭർ യുദ്ധ സ്മാരക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖലൂഭർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലഡാക്കിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. കാർഗിൽ വിജയ ദിവസത്തിന്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് എന്നതും കൂടി ഓർത്തിരിക്കുക. ഇന്ത്യക്കുള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം GSAT-N2 ആണ് കേട്ടോ. അഥവാ GSAT-20 ആണ് ഏത്? ഇന്ത്യക്ക് ഉള്ളിൽ പറക്കുന്ന വിമാനങ്ങളിൽ ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹം എന്ന് പറയുന്നത് GSAT-N2 അഥവാ GSAT-20 എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? ഫാൽക്കൺ 9 ആണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് 2024 ജൂലൈ അന്തരിച്ച ജൈവ കൃഷി സംരക്ഷിക്കുന്നതിൽ വലിയ സംഭാവന നൽകുകയും നാടൻ വിത്തുകൾ സംരക്ഷിക്കുകയും ചെയ്ത ഗോത്ര കർഷകയാണ് ആര്? കമല പൂജാരി എന്ന് പറയുന്നത്. കമല പൂജാരി. അപ്പം പരിസ്ഥിതി സംരക്ഷകയായിരുന്നു ആര്? കമല പൂജാരി എന്ന് പറയുന്നത്. 53ാമത് GST കൗൺസിൽ യോഗത്തിൽ GSTയിൽ നിന്നും ഒഴിവാക്കിയ സേവനങ്ങൾ. 53ാമത് GST കൗൺസിൽ യോഗത്തിൽ GSTയിൽ നിന്നും ഒഴിവാക്കിയ സേവനങ്ങളാണ് ഏത്? റെയിൽവേ സേവനങ്ങൾ, അതുപോലെ വിദ്യാർത്ഥി ഹോസ്റ്റൽ എന്നിവ രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. റെയിൽവേയിലെ സേവനങ്ങളും അതുപോലെ വിദ്യാർത്ഥി ഹോസ്റ്റൽ എന്നിവ ഒഴിവാക്കി. ഓർത്തിരിക്കുക. 2024 ഹെലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ പാസ്പോർട്ടിന്റെ സ്ഥാനം എത്രയാണ്? 82 തന്നെയാണ് കേട്ടോ. കുറെ നാളുകൊണ്ട് 82ലാണ് നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യൻ
ഹെയ്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 82. ഒന്നാം സ്ഥാനം സിംഗപ്പൂരിനാണ്. ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി എന്ന ബഹുമതി സ്വന്തമാക്കിയത് നിർമ്മല സീതാരാമനാണ്. റോസാരിറ്റ, ഓർത്തിരിക്കുക. റോസാരിറ്റ എന്ന നോവലിന്റെ രചയിതാവ് അനിത ദേശായി ആണ് കേട്ടോ. റോസാരിറ്റ എന്ന് പറയുന്ന നോവലിന്റെ രചയിതാവാണ് അനിത ദേശായി എന്ന് പറയുന്നത്. 2024 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം സമൂഹ മാധ്യമമായ എക്സിൽ 10 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവാണ് നരേന്ദ്രമോദി കേട്ടോ. ഓർത്തിരിക്കുക. എക്സൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ 10 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ള ദേശീയ നേതാവാണ് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ 78ാമത് സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പ്രമേയം 78ാമത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ പ്രമേയം വികസ് ഭാരത് ആണ് കേട്ടോ. വികസ് ഭാരത് എന്നുള്ളതാണ് പ്രമേയം. ഓർത്തിരിക്കുക. കുഫ്രി ഉദയ് ഏത് വിളയുടെ സങ്കര ഇനമാണ്? കുഫ്രി ഉദയ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങിന്റെ സങ്കര ഇനമാണ് കേട്ടോ. കുഫ്രി ഉദയ് എന്ന് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ 1933 ടോൾ ഫ്രീ നമ്പേഴ്സ് ഓർത്തിരിക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ നേരത്തെ ഒരു ടോൾ ഫ്രീ നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ആദ്യത്തെ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പറാണ് ഇത് 1933 എന്ന് പറയുന്നത്. അടുത്തിടെ 5 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ഭാഷകളിൽ 22,000 പുസ്തകം വികസിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയവും യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനും UGCയും ആരംഭിച്ച പദ്ധതിയാണ് അസ്മിത എന്ന് പറയുന്നത് കേട്ടോ. അസ്മിത. അടുത്തിടെ 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഇന്ത്യൻ ഭാഷകളിൽ 22,000 പുസ്തകങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ മന്ത്രാലയവും UGCയും കൂടെ ചേർന്നുള്ള ആരംഭിച്ച പദ്ധതിയാണ് അസ്മിത എന്ന് പറയുന്നത്. കൊതുകുകളിലൂടെയും മണൽ ഈച്ചകളിലൂടെയും പകരുന്ന അപൂർവ രോഗമായ ചാന്ദിപുര വൈറസ് ഏതാണ്? ചാന്ദിപുര വൈറസ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഗുജറാത്ത് ആണ് കേട്ടോ. കൊതുകുകളിലൂടെയും പകരാറുണ്ട്, അതുപോലെ തന്നെ മണൽ ഈച്ചകളിലൂടെയുമാണ് ഇത് പകരുന്നത്. ഓർത്തിരിക്കുക. വാഹകര ആരൊക്കെയാണെന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാറിലാണ്. ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിലാണ് വരുന്നത് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാമായണ ക്ഷേത്രം നിലവിൽ വരുന്നത് ബീഹാറിലാണ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി എത്ര രൂപയുടെ പ്രത്യേക സ്മാരക നാണയമാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം പുറത്തിറക്കിയത്? 100 രൂപയുടെ നാണയമാണ് കേട്ടോ പുറത്തിറക്കിയത്. അത് ഓർത്തിരിക്കുക. ആരുടെ സ്മരണാർത്ഥമാണ്? മുൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയുടെ 100ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്തിറക്കിയത്. 100 രൂപയുടെ നാണയമാണ് പുറത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് നിങ്ങൾ ഒന്നും കൂടി ഒന്ന് കേട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാവുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് തന്നെ കേട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പോർഷൻസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.